ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോഹ ലൈഫ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ലിഹ്റ്റർ ഫെസ്റ്റിനാണ്. ലിഹ്റ്റർ ഫെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളുടെ ഫെസ്റ്റിവൽ. അപ്പം ഞങ്ങളുടെ ഈ സ്മോൾ ടൗണിലുള്ള ഒരു ലൈറ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങല്ലേ, കളറാക്കാം. പിന്നെ ബ്ലൂ വൈൻ കുടിക്കാൻ അല്ലെങ്കിൽ കിൻഡർ പഞ്ച് കുടിക്കാൻ. അപ്പം ഞങ്ങൾ വലിയവർ രണ്ടുപേരും ബ്ലൂ വൈൻ ഓർഡർ ചെയ്തു. ബ്ലൂ വൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൻ ചൂടാക്കിയ വൈൻ എന്ന് പറയുന്നതാണ് ബ്ലൂ വൈൻ എന്ന് പറയുന്നത്. കിൻഡർ പുഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കുന്ന ആൽക്കഹോൾ ഇല്ലാത്ത വൈൻ എന്ന് പറയുന്നതാണ് കിൻഡർ പുഞ്ച്. പിന്നെ അത് അവിടെ ഫയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കൈയൊക്കെ തണുക്കുന്നവർക്ക് ഇങ്ങനെ ഫയറൊക്കെ ആയിട്ട് ഒരു കോസി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. മെഴുകുതിരി ഇങ്ങനെ സാന്തേനെ വരവേൽക്കാൻ ഇങ്ങനെ നമ്മൾ പള്ളി റാസയ്ക്ക് വരുമ്പം ഇങ്ങനെ ഫയർ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിരിക്കുന്ന പോലെ ഇവിടെ എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം എന്താണ്ട് ഇവിടുത്തെ ഒരു സ്റ്റോറിലെ റേറ്റൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാ അവിടെ ഇത് സോസേജുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ടാണെങ്കിൽ കണ്ടില്ലേ, ഭയങ്കര ചൂടാണ്, ഇങ്ങനെ ഊതി കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടിക്കാൻ ഇനി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള സ്റ്റോളുകളുണ്ട്. ഷോളൊക്കെ കിടക്കുന്നു, പിന്നെ കുറേ ക്രിസ്മസ് കാർഡ്, പിന്നെ ബർത്ത്ഡേ കാർഡ്സ്. ഞങ്ങളങ്ങനെ നമ്മളുടെ ഓൾഡ് ടൗണിലേക്ക് എത്തി. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഈ ഒരു കുഞ്ഞു ടൗണിലുള്ള മിക്കവാറുള്ള എല്ലാ ആൾക്കാരും അവിടെയുണ്ട്. അപ്പോൾ ന്യൂഡിലില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. അപ്പോൾ നമ്മുടെ ചൈനീസ് ന്യൂഡിലും ഇവിടെ കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള സ്റ്റോറുണ്ട്. ബലൂണൊക്കെ ഉണ്ട്. കയറി ഇങ്ങനെ നമ്മൾ ആ ഓൾഡ് ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ കട ഒരു മെഴുകുതിരിയൊക്കെ വിൽക്കുന്ന ക്യാൻഡിലിനും പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്യാമറയെ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് അവിടെ ഒരു സ്റ്റോറിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഹ്റ്റർ ഫെസ്റ്റിന് ഇപ്പോൾ സാന്താക്ലോസ് വരുമല്ലോ, പുള്ളിക്കാരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പള്ളിപ്പെരുന്നാളിന് നമ്മൾ റാസ വരുമ്പോൾ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പോലെ ഇതൊരു സ്വീകരണത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ഒരു സ്റ്റോറാണിത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സ്റ്റോറാണ് കേട്ടോ. പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ ആളാണ്, കണ്ടില്ലേ, നമ്മുടെ മാംഗോ ഡ്രൈ ഫ്രൂട്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഈ ഓൾഡ് ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കാണാൻ കണ്ടോ. ഓരോ കടയുടെ ഫ്രണ്ടിലും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ കുറേ പൈൻ ലീഫും പിന്നെ കുറേ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സാന്തേനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. ഒക്കെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഡെക്കറേഷനൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുണ്ട്. അതാണ്ട് അടുത്ത ഒരു പാൻ കേക്ക് സ്റ്റോളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു മ്യൂസിക് കേൾക്കാം. ഓക്കെ. അടുത്തൊരു ബേക്കറിയാണ് കേട്ടോ. ബേക്കറിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഡെക്കറേഷനാണ്. സാന്തേനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അവർ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഞാനിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പലതരത്തിലുള്ള ഡെക്കറേഷൻ ഓരോരോ കടയിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്തൊരു എനിക്കിനി ഫെസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഈ അപ്പച്ചന്മാരുടെ കേട്ടോ. ഈ ലാറ്റിൻ
സോങ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത കണ്ടില്ലേ, ഈ ബ്രെഡ് റോസ്റ്റ് ചെയ്യാണ്. കുറേ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യാണ്. അപ്പോഴത്തേന് ഇതാ നമ്മുടെ സാന്താക്ലോസ് ഇതാ 3 ഏഞ്ചൽസുമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പം അവരുടെ കയ്യിൽ ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ് കേട്ടോ. അവരിങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇവിടെ എല്ലാവരും കൊടുക്കുക. അപ്പം സാന്താക്ലോസ് വെയിറ്റ് ചെയ്യാണ് കുട്ടികൾക്കൊക്കെ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാവരും കൂടെ ഓടിക്കൂടുകയാണ്. നമ്മുടെ പിള്ളേരും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ മാലാഹമാരി, കുഞ്ഞു മാലാഹമാര് ഓരോ പിള്ളേർക്കും ഓരോരോ ബ്രെഡിൻ്റെ ഇത് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ ബ്രെഡായിട്ട് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് മാലാഹമാരെ കാണാൻ. അപ്പോൾ അവരിങ്ങനെ ഒരു ഉന്ത് വണ്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഉന്ത് വണ്ടിക്കകത്ത് നമ്മുടെ ബ്രെഡെല്ലാം അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ഓടി വരും കുട്ടികൾ, കണ്ടോ? സാന്താക്ലോസിനെ കണ്ടിട്ട് ഓടി വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു മാലാഹമാര് ആ ഒരു ബ്രെഡ് എടുത്ത് അവർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ഫെസ്റ്റിന്റെ മെയിൻ അട്രാക്ഷൻ. അപ്പം ഇതാണ്. അപ്പം കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾ കുറച്ച് നേരം നമ്മുടെ സാന്താക്ലോസിനെയും നമ്മുടെ ഏഞ്ചൽസിനെയൊക്കെ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലേ? ഒരുപാട് കുട്ടികളാണ്. അവിടെയുള്ള എല്ലാ കുട്ടികളും ഓടി ഇങ്ങനെ സാന്താക്ലോസിന്റെ അടുത്ത് വന്ന്, ചിലവർ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്, ചിലപ്പം മലഹമാരെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരങ്ങോട്ട് മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റാളിലെ കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ. ഒരു ക്ലേ മോഡലിൻ്റെ ഒക്കെ ക്ലേ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മനുഷ്യരെയൊക്കെ ഉണ്ട്, ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു ഗെയിമിങ്ങിൻ്റെ ഒക്കെ CD അങ്ങനെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ഒരു സ്റ്റാളാണ്. അതും നല്ല സ്റ്റാളാണ്. അതിൻ്റെ അകത്തുനിന്നും ഓരോ ആൾക്കാർ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവർ ഗ്ലൂ വൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കിൻഡർ പിഞ്ച് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കുള്ള, അങ്ങനെ ഓരോന്നും. പിന്നെ ഇതാ ഒരു ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഓൾഡ് ടൗണിലെത്തി. അങ്ങനെ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ കുറച്ച് വീഡിയോയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ മോൻ ഓടി വന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഓൾഡ് ടൗണിൻ്റെ ഒരു വലിയ വ്യൂ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരുപാട് മാർക്കറ്റും ഒരുപാട് ഫെസ്റ്റിവലിന്റെ ഒരു മാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസും ഒരുപാട് മാർക്കറ്റും ഒക്കെ നിറഞ്ഞ ഒരു എന്താണ്, ഒരു തണുപ്പും ഒരു മനോഹരമായ ഒരു മാസമാണ് ഇവർക്ക് കേട്ടോ. അങ്ങനെ ദാ സാന്ത ഏകദേശം കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെല്ലാ കുട്ടികൾക്കും കൊടുത്തു. ഇങ്ങനെ ഒരു ടൗണിന്റെ ഒരിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത മറ്റേ എൻഡിൽ എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാന്ത പോയി കഴിഞ്ഞപ്പം ഞാൻ ഈ സ്റ്റോളിൽ നിന്ന് കുറച്ച് സോസേജും ഇങ്ങനെ ബ്രെഡ് ഹോട്ട് ഡോഗ് പോലത്തെ ഒരു നമ്മുടെ ഒരു ബീഫിന്റെ ഒരു ഹോട്ട് ഡോഗ് പോലത്തെ ഒരു ഇതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഒരു ബ്ലൂ വൈനൊക്കെ കുടിച്ചു. ഇത് ഞാൻ നമ്മളുടെ വീട്ടിലെ കുറച്ച് ദൃശ്യങ്ങളാട്ടോ വെച്ചിട്ടുള്ള. അപ്പം ഇത് നമ്മളുടെ വീടാണ്, ഞങ്ങളുടെ വീട്ടിലെ ഡെക്കറേഷൻസ് ഒക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ജർമ്മനിയിലെ ട്രഡീഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ അഡ്വൻസ് ക്രൻസ് ആണ്. അഡ്വൻസ് ക്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീത്താണ്. ആ റീത്തിൽ 4 മെഴുകുതിരി കാണും. അപ്പം നമ്മുടെ ക്രിസ്മസിന് മുമ്പുള്ള 4 ഞായറാഴ്ചകളിലായിട്ട് നമ്മളിത് കത്തിക്കും. അപ്പം ഏറ്റവും അവസാനത്തെ ദിവസം ഇത് ക്രിസ്മസിന് നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ ഈ മെഴുകുതിരി തീർന്നിരിക്കും. അപ്പം കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡ്വൻസ് ക്രൻസ് ഇവിടെ ഉള്ളത്. പിന്നെതാ എൻ്റെ മോൻ ഒരു കിൻഡർ പുഞ്ചൊക്കെ വാങ്ങിച്ചിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈൻ പോലത്തെ സാധനം, പക്ഷെ ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഇല്ല, കുട്ടികൾക്ക് കുടിക്കാം. അപ്പം അവൻ ഇതൊക്കെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പം ഇന്ന് ഫസ്റ്റ് സൺഡേ ആണല്ലോ. സൺഡേയിൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവനിങ്ങനെ ഒരു കുഞ്ഞ് കിൻഡർ പുഞ്ചൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ആ ലൈറ്റൊക്കെ കണ്ട് ആ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിരുന്ന് ഇങ്ങനെ കുടിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നന്നാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളുടെ ഡെക്കറേഷൻ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മെഴുകുതിരി അടുത്ത ഞായറാഴ്ച കത്തിക്കും. അങ്ങനെ ഏറ്റവും അവസാനം നമ്മളുടെ വീഡിയോ എൻഡ് ആയിരിക്കുകയാണ്. അപ്പം
Thank you guys. Bye bye. Subscribe, please.